സുഹൃത്തുക്കളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് രക്ഷയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി യേശുനാഥൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. സംഭവബഹുലവും ധന്യവുമായ ആ ജീവിതയാത്രയിൽ അവിടുത്തെ സ്പർശനവും സാമീപ്യവും ആഗ്രഹിച്ച് നിരവധി പേരാണ് ദിനംപ്രതി അവിടുത്തെ അരികിൽ എത്തിക്കൊണ്ടിരുന്നത്. അവരിൽ പലരുടെയും ജീവിതത്തിൽ വ്യതിയാനങ്ങളുണ്ടായി, തിരുത്തലുകളുണ്ടായി. സർവോപരി രക്ഷയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് അവർ നയിക്കപ്പെട്ടു. ആ ദിവ്യപ്രകാശത്തിൻ്റെ തീവ്രരശ്മികൾ പതിച്ച ചില ജീവിതങ്ങൾ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. മഞ്ഞിൽ നനയുന്ന സിക്കമൂർ മരങ്ങൾ. എല്ലാം അറിയാം. എന്താ 3 ചുവട് നടന്നാൽ എന്റെ ഇരിപ്പിടമായി. അത് കൊള്ളാം. അപ്പൊ ഇത്രയും നേരം ഞാൻ ഇവിടം വരെ പിടിച്ചോണ്ട് വന്നത് വെറുതെ ആയില്ലേ? വലിയ കേമനാണെന്ന ആചാരം. എടി, നിന്റെ മുത്തച്ഛൻ കേമനായിരുന്നടി. കാഴ്ച പോകുന്നത് വരെ ഈ നാട്ടുകാർ മുഴുവൻ സ്നേഹത്തോടെ എന്നെ വിളിച്ചിരുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? ആശാനേന്ന് വിളക്കിയത് മതി. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് അവരോടി വരുന്നത് ആരുടെ അടുത്തേക്കാ? നിന്റെ അപ്പന്റെ അടുത്തേക്കാണോ? അല്ലേ, ദയവിടിരി. കാഴ്ചയില്ലെങ്കിലും മുത്തച്ഛന് 100 കണ്ണാ. ലോകത്തിലെ മുഴുവൻ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഈ പത്രാസ് വർഷത്തിലുണ്ടല്ലോ, അത് മാത്രം എനിക്ക് പിടിക്കില്ല. കാര്യം പറയുമ്പോ ഒരു കഴുതയ്ക്കും പിടിക്കൂല മോളെ. അകക്കണ്ണിന്റെ കാഴ്ചയാ ഏറ്റവും വലുത്. നിന്റെ അപ്പനിപ്പോൾ പണിയുന്ന മരത്തിന്റെ പേരറിയോ നിനക്ക്? അത് കൊള്ള. മരക്കഷ്ണം പോയിട്ട് മരം തന്നെ കണ്ടാലറിയാത്ത ഇവളോടാണോ അപ്പനത് ചോദിക്കുന്നത്? ഇവൾക്ക് നന്നായി ഭക്ഷണം കേൾക്കാൻ അറിയാം, പിന്നെ അസലായി ഉറങ്ങാനും. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിങ്ങളുടെ ഭക്ഷണം കേട്ടാക്കുന്നു ഈ വീട്ടിലെ മുഴുവൻ പണി നിങ്ങൾ അടുത്തുനിന്ന് 3 പേർക്കും വിഷമുള്ളതേ അത്ര എളുപ്പമൊന്നുമല്ല. മോനെ ഗമാലിയല്ലേ, റൂബൻ പോയിട്ട് ഇതുവരെ എത്തിയില്ലേ? 3-4 സ്ഥലത്ത് പോകാനുണ്ട്. ജെയ്റോസിന്റെ വീട്ടിലേക്ക് പണിത ഉരുപ്പടിയുടെ പണം നാളെ തരാമെന്നാ പറഞ്ഞിരുന്നത്. അവിടെയും കയറി നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കിട്ടിയാല് കല്യാണം നടത്താനൊക്കെ തികയോ? അവർക്ക് കൊടുക്കാനുള്ള 100 ദിനാറ എന്റെ പക്കലിൽ ഇരിപ്പുണ്ട്. ഇനി കല്യാണ ചെലവിനുള്ളത് സംഘടിപ്പിച്ചാൽ മതി. നടന്നടന്ന് എന്റെ ദേഹം തളർന്നു. സമീറ, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. പോയ കാര്യം എന്തായി? എന്താവാൻ, ജെറൂസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ കടുക്കാൻ പറ്റാത്തത്രയും ജലത്തിരക്കായിരുന്നു. എന്താ കാര്യം?
മുത്തച്ഛൻ പറയാനുള്ള ആ രക്ഷകനില്ലേ യേശു, അവനേതാണ്ട് അത്ഭുതമൊക്കെ പ്രവർത്തിച്ചെന്ന് പറയുന്നത് കേട്ടു. അത് കാണാൻ ഓടിക്കൂടി ആളുകളുടെ തിരക്ക് മൂലം എനിക്ക് അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റിയില്ല. ഓ ഈശോ, നിന്നെ ഒന്ന് നേരിട്ട് കാണുവാൻ പോലുമുള്ള ഭാഗ്യം ഈ വൃദ്ധൻ ഇല്ലാതെ പോയല്ലോ. മോനെ റൂബ, ശരിക്കും എന്താ അവിടെ സംഭവിച്ചത്? അയാളുടെ മകൾക്കെന്തോ അസുഖമായിരുന്നു. സുഖപ്പെടുത്താനായി അവർ യേശുവിനെ സമീപിച്ചെന്നും യേശു എത്തുന്നതിന് മുൻപ് ആ കുട്ടി മരിച്ചെന്നും മരിച്ച കുട്ടിയെ യേശു ഉയർപ്പിച്ചെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ശരിയായിരിക്കും. നാം കാത്തിരുന്ന രക്ഷയുടെ പൂർത്തീകരണം ആ ദിവ്യ പുരുഷനായിരിക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. മുത്തച്ഛന് ഭ്രാന്തുണ്ടോ? അയാളേതോ വിപ്ലവകാരിയാ. അയാളുടെ സംഘത്തിൽ ആളെ ചേർക്കാനുള്ള ചെപ്പടി വിദ്യകളാണിതല്ല. അങ്ങനെ ആ മനുഷ്യനെ തടം നടത്തണ്ട. എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി പറയാൻ മാത്രമേ നേരമുള്ളൂ. ഒന്നുമല്ലെങ്കിലും ഇത്രയും ജനം അയാളുടെ പിന്നാലെ എങ്ങനെ ഉണ്ടാവും? ഓ, ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാ മതി. എടി പൊട്ടി പെണ്ണെ, അയാളുടെ കൂടെ എപ്പോഴും കുറച്ച് ശിഷ്യ ഗണങ്ങളുണ്ട്. ഇതെല്ലാം അവർ ഉണ്ടാക്കിവിടുന്ന കള്ളക്കഥകളാ. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കില്ല. വേണ്ട, നീ ഇതിലൊന്നും വിശ്വസിക്കണ്ട. പക്ഷേ വിശ്വസിക്കുന്നവർക്ക് നീ എന്തിനു തടസ്സമാവുന്നു? ഓ, നിങ്ങളൊക്കെ വിശ്വസിച്ചു. ഞാൻ ആർക്കും എതിര് നിൽക്കുന്നില്ല. ഏതെങ്കിലും ഒരു അത്ഭുതം നേരിൽ കാണാതെ ഞാൻ അയാൾ വിശ്വസിക്കില്ല. അന്ധർക്കു കാഴ്ച, ബധിരർക്കു കേൾവി, മരണമടഞ്ഞവർക്ക് ജീവൻ. ദൈവമേ, ആ ദിവ്യരക്ഷകനെ ഒന്ന് സ്പർശിക്കുവാനുള്ള ഭാഗ്യമെങ്കിലും നീ എന്നിൽ ചൊരിയണേ. എന്തെങ്ങനെ പറഞ്ഞാലും മുത്തച്ഛന്റെ നിലയിൽ കയറില്ല. കാത്തിരുന്നു, വരും. ആ സഖ്യവും സംഘവുമാണല്ലോ. റൂബൻ, നീ നികുതി അടച്ചതല്ലേ? അതെ, പക്ഷേ അരനാഴിക വൈകിയതിന് ഞങ്ങൾ തമ്മിൽ ശണ്ട കൂടിയാണ് പിരിഞ്ഞത്. ശ്ശേ. കുടിശ്ശികയോ? ഞങ്ങൾ എന്നും കൃത്യമായി തന്നെ തരാറുള്ളതാണല്ലോ. ഇത്തവണയും തന്നിരുന്നു. തന്നിരുന്നു, പക്ഷേ കൃത്യമായില്ലെന്ന് മാത്രം. അടയ്ക്കേണ്ട സമയത്തിനും അരനാഴിക നേരം കഴിഞ്ഞാണ് നിങ്ങൾ നികുതി അടച്ചത്. പറഞ്ഞ സമയത്തിന് മുമ്പേ അടച്ചാലേ കൃത്യമായി അടച്ചുവെന്ന് പറയാൻ പറ്റും. അതു പിന്നെ അന്ന് പണി കൂടുതലുണ്ടായിരുന്നു. സമയത്തിന് എത്താൻ പറ്റാഞ്ഞതാ ഞങ്ങളുടെ തെറ്റ്. ദയവായി ക്ഷമിക്കണം. അത് കൊള്ളാം. ഒരു ഏറ്റുപറച്ചിൽ തീരുന്നതാണ് നികുതിയുടെ കുടിശ്ശിക. ഇതിനൊക്കെ വ്യക്തമായ ചിട്ടവട്ടങ്ങളുണ്ട്. എന്ത് ചിട്ടവട്ടം? അറിയിക്കുന്നതിനും അധികമാണ് നിങ്ങൾ നികുതി വിരിക്കുന്നത്. ഇപ്പോൾ അതിന്റെ കൂടെ കുടിശ്ശികയും. ചേട്ടാ, കൂടുതൽ ശബ്ദിക്കണ്ട. നികുതി എങ്ങനെ പിരിച്ചെടുക്കണമെന്ന് ഈ സത്യോസിന് വ്യക്തമായി അറിയാം. കേറി പരിശോധിക്കേ. അരുത്, ഞങ്ങളോട് കരുണ കാണിക്കണം. മകളുടെ വിവാഹാവശ്യത്തിന്റെ കാര്യത്തിൽ വെച്ച 100 ദിനാറ് മാത്രമേ ഇവിടെ ഇരിക്കുള്ളൂ. അടുത്ത ഇത്തവണത്തെ കൂടെ കുടിശ്ശിക അടച്ചു തീർത്തോളാം. ഇപ്രാവശ്യത്തേക്ക് പൊറുക്കണം. ചുങ്കക്കാരന് കരുണ പാടില്ലെന്ന പ്രമാണം. ചെല്ല് വേഗം. അരുത്. മര്യാദ നിന്നില്ലെങ്കിൽ നീ ജീവനോടെ കാണില്ല. മനസ്സിലാവടാ? മക്കളെ, നിയമങ്ങളെല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാ. മാനുഷികമായ പരിഗണനയെങ്കിലും ഞങ്ങളോട് കാണിക്കണം. അല്ല, ഇതാരാ? ന്യായാധിപ പ്രഭുവിനു
മാനുഷിക പരിഗണന വെച്ചുകൊണ്ടാ നിങ്ങളിൽ നിന്ന് കുടിശ്ശിക ഈടാക്കുന്നത്. ഒരു 100 ധനാറ മാത്രം. 100 ധനാറയോ? ആകെ അടയ്ക്കേണ്ട നികുതി 100 ധനാറയല്ലേ? പിന്നെ പിഴപ്പലിശയായി 100 ധനാറ കൂടി വരുന്നത് എങ്ങനെയാ? നികുതി തുകയുടെ ഇരട്ടിയാണ് കുടിശ്ശിക അടക്കേണ്ടത്. മൊത്തം 200 ധനാറ. ഇത് അനീതിയാണ്. കൊള്ളക്കാർ ചെയ്യുന്നതിന് വലിയ ബാധകം. നീ മനുഷ്യനല്ല, മൃഗമാണ്, മൃഗം. ചെറുപ്പത്തിനെ നിർമ്മാറ്റി എല്ലാവർക്കും വേണ്ട. എന്തിന് അധികാരന്റെ വാളിന് ഇരയാക്കുന്നത്? വളരെ ക്ഷമിക്ക് മക്കളെ. അധികാരി ഒന്നേയുള്ളൂ, സർവശക്തനായ ദൈവം. നീതി തീരുമാനിക്കേണ്ടത് ഈ ലോകത്തിന്റെ അധികാരികളാണ് ഞങ്ങളാണ്. സഖ്യബൂസേ, യഹോവയുടെ വാൾ നിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്നത് എനിക്ക് കാണാം. മതി, എന്റെ കർമ്മഫലം ഞാൻ അനുഭവിച്ചോളാം. ചുങ്കക്കാരൻ സഖ്യൂസിന്റെ വിധി നിശ്ചയിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു ഒരു പടിക്കിഴവൻ. പ്രഭോ, ദാ 100 ധനാറയുണ്ട്. ഇതല്ലാതെ വേറൊന്നും കിട്ടിയില്ല. മതി, ഇത് മതി. മതി, ഇത് മതി. മതി, ഇത് മതി. ഇത് കൂടി കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് അടുത്ത തവണ നികുതി അടച്ചാൽ മതിയാകും. മതി, ഇത് മതി. അരുത്, അത് കൊണ്ടുപോകരുത്. ഇവളുടെ കല്യാണത്തിന് സ്വരുക്കൂട്ടി വെച്ച പണമാണത്. അത് കൊണ്ടുപോകരുത്. കല്യാണം പിന്നെയും നടക്കും. പക്ഷേ നികുതി കൃത്യമായി തന്നെ അടക്കണം. അരുത്, ദേവി ചെന്നത് കൊണ്ടുപോകരുത്. ഹും. ആ. ആ. ഹും. മോളെ, ആ ദ്രോഹി കൊണ്ടുപോയി നമ്മുടെ വിയർപ്പിന്റെ വില. എങ്കിലും നിന്റെ വിവാഹം ഈ ഞങ്ങൾ നടത്തും. ജെറുസലേം ദേവാലയത്തിൽ നിന്നും കച്ചവടക്കാരെ ആട്ടിപ്പുറത്താക്കിയ വിപ്ലവകാരി, മനുഷ്യ ജീവിതങ്ങളെ കാർന്നു തിന്നുന്ന ഈ ചുങ്കക്കാരെ നീ കാണുന്നില്ലേ? എന്തൊരു തേജസ് ആ മുഖത്തിന്. അവനെ പറ്റി പറഞ്ഞു കേട്ട രൂപമൊന്നുമല്ല അയാളുടേത്. ദിവ്യ തേജസ്സുള്ള ഒരു പുണ്യ പുരുഷൻ. നീ എന്താ അവനെ പറ്റി പറഞ്ഞു കേട്ടത്? അല്ല, അനീതിക്കും അക്രമത്തിനെതിരെ ശബ്ദിക്കുന്നവനാണെന്ന് കേട്ടപ്പോ കോപാഗ്നാതരായ ഒരു വിപ്ലവകാരുടെ ചിത്രമായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷേ ഇപ്പോൾ നേരിൽ കണ്ടപ്പോൾ എന്തൊരു പാവം, എന്തൊരു നിഷ്കളങ്കത. മോളെ, നിഷ്കളങ്കരായ മഹാവ്യക്തിത്വങ്ങൾക്ക് മാത്രമേ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പറ്റൂ. എവിടെയാണവൻ? കിഴക്കേ തെരുവിന്റെ പ്രവേശന കവാടത്തിൽ. അവിടെ അവനൊരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി. എന്തൊരു ജനത്തിരക്കായിരുന്നു അവിടെ. തിരക്കിനിടയിലൂടെ ഞങ്ങൾ ആ മുഖം ഒന്ന് കണ്ടു. നീ അവിടെ പോയപ്പോൾ
എന്നെ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ സമീറ? എന്നിട്ട് എന്തിനാ? ദൂരെ നിന്നും കാണാൻ പോലും ആളുകൾ തിക്കിത്തിരക്കുമ്പോൾ കണ്ണ് കാണാൻ പാടില്ലാത്ത അപ്പൻ അവിടെ ചെന്ന് എന്ത് ചെയ്യാനാ? അവന്റെ സാമീപ്യം പോലും ചിലപ്പോൾ എനിക്ക് കാഴ്ച നൽകും. മുത്തശ്ശൻ പറഞ്ഞ ശരിയാ. ഏട്ടൻ പറഞ്ഞില്ലേ ജൈറൂസിന്റെ മകൾ ഉയർപ്പിച്ചെന്ന്. അന്ന് അയാളുടെ വീട്ടിലേക്ക് പോകുന്നത് വഴി യേശുവിന്റെ വസ്ത്രത്തിൽ സ്പർശിച്ച ഒരു രക്തസ്രാവക്കാരി സ്ത്രീ സുഖം പ്രാപിച്ചു. തിരക്കിനിടയിലൂടെയും അവന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചതുപോലും അവൻ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയല്ലേ? അവന്റെ പാദസ്പർശമേറ്റ് ഒരു മൺതരിയെങ്കിലും ലഭിച്ചാൽ മതിയെന്ന് ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പന്റെ ആരാധന ദിനം പ്രതി കൂടി വരിക. സമീറ, നിന്റെ കാലിൽ പതിഞ്ഞ ഒരു മൺതരി എടുത്ത് മുത്തച്ഛന് കൊടുക്ക്, പാവത്തിന് കാഴ്ച കിട്ടട്ടെ. ഗമാലിയല്ലേ, കളിയാക്കേണ്ട. ഒരു വാക്കാൽ അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും സ്പർശത്താൽ രോഗസൗഖ്യം നൽകുകയും ചെയ്യുന്നവന് അവന്റെ പാദസ്പർശമേറ്റ മൺതരി കൊണ്ട് പോലും സൗഖ്യപ്പെടുത്താൻ കഴിയും. അക്കാര്യത്തിൽ ഞാൻ മുത്തച്ഛന്റെ പക്ഷത്താ. പക്ഷേ അവനെ കാണാനുള്ള പൂതി മനസ്സിൽ വെച്ചാ മതി. ഇല്ല, എനിക്കതിന് കഴിയും. കാഴ്ചയില്ലാത്ത ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ അവനെ കാണും. വിറയ്ക്കുന്ന ഈ കൈവിരലുകൾ കൊണ്ട് ഞാൻ അവനെ സ്പർശിക്കുകയും ചെയ്യും. സ്പർശിക്കും. കാത്തിരുന്നോ? പതിതരുടെയും പാവപ്പെട്ടവരുടെയും സ്നേഹിതരെന്ന് പറഞ്ഞു നടക്കുന്ന ആ ദിവ്യ പുരുഷൻ ഇന്നലെ വിരുന്നിന് പോയത് എവിടെയാന്ന് അറിയണ്ടേ? എവിടെയാ? ആ സഖ്യൂസിന്റെ വീട്ടിൽ. റൂബൻ, നീ എന്താ പറഞ്ഞത്? ചുങ്കക്കാരൻ സഖ്യൂസിന്റെ ഭവനത്തിൽ ഈശോ വിരുന്നിന് പോയെന്നോ? ഇല്ല, എനിക്കിത് വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കണ്ട. രക്ഷകനാണത്രേ, രക്ഷകൻ. ആരുടെ രക്ഷകൻ? ധനവാന്മാരുടെയും ചുങ്കക്കാരുടെയും. ഒരുപക്ഷെ സഖ്യവൂസിന്റെ ക്രൂരതകളെ പറ്റി അറിയാതെയായിരിക്കുമോ അദ്ദേഹം അവന്റെ വീട്ടിൽ പോയത്? അതെങ്ങനെയാ ത്രികാലജ്ഞാനിയായ ഒരുവന് സഖ്യവൂസിനെ പറ്റി അറിയില്ലെന്ന് വന്നാൽ? അദ്ദേഹത്തെ പറ്റി പല കള്ളക്കഥകളും നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഇതും അത്തരത്തിലുള്ള വാർത്തയായി കൂടുന്നില്ലല്ലോ. ഇല്ല, ഇത് സത്യമാണ്. യേശുവിന്റെ ആരാധന ജൊനാഥൻ എന്നോട് പറഞ്ഞതാണ്. സഖ്യവൂസ് യേശുവിനെ ക്ഷണിച്ചതല്ല, ഞാനിന്ന് നിന്റെ ഭവനത്തിൽ വരുന്നെന്ന് പറഞ്ഞ് അയാളുടെ കൂടെ പോയതാ. എങ്കിലത് സത്യമാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ സഖ്യൂസിനെ പറ്റിയുള്ള ഏതെങ്കിലും ഒരു പരാതിയെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിലോ? മുത്തച്ഛന് ഇപ്പോഴും അവര് കീർത്തനം പാടാനാ ഇഷ്ടം. നേരിൽ കാണുന്നതൊന്നും വിശ്വസിക്കാതെ ആളുകൾ പറയുന്നത് വിശ്വസിച്ച് നടന്നാൽ മതി. മോനെ, യേശു രക്ഷകനാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. അവനിവിടെ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിഞ്ഞോളൂ. മുത്തച്ഛന് പ്രാന്ത. അപ്പാ, അവൻ പറയുന്നത് നിസ്സാരമായി തള്ളരുത്. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ അവനുണ്ട്. കാര്യമില്ലാതെ അവനങ്ങനെ പറയില്ല. മോനെ, അവൻ പറഞ്ഞത് നീ കാര്യമാക്കേണ്ട. ചെറുപ്പക്കാർക്ക് ചൂടും ചുണയും കൂടും. പക്ഷേ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലവർക്ക്. ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് കരഗതമാകാത്തതായി ഒന്നുമുണ്ടാകില്ല. ഏട്ടൻ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ആ മനുഷ്യൻ സാധാരണക്കാരനല്ല. തേജസ്സാർന്ന ആ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായുന്നേയില്ല. കാത്തിരിക്കാം. രക്ഷയുടെ ആ നാളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ആ സഖ്യവൂസ് ആണല്ലോ. എന്തായിരിക്കും അവന്റെ ഉദ്ദേശം? എന്താ കുടിശ്ശിക ഇനി അടയ്ക്കാനുണ്ടോ? എന്നോട് ക്ഷമിക്കണം. ആഡംബര
ജീവിതം സ്വപ്നം കണ്ടിരുന്ന എനിക്ക് മനുഷ്യത്വം നഷ്ടമായിരുന്നു. ചെയ്തു പോയ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം നടത്തി പുതിയൊരു ജീവിതത്തിലേക്കാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മനസ്സിലായില്ല. സഹിച്ച് ഇവളെ സ്നേഹത്തോടെ കാണാതെ അവരെ ചൂഷണം ചെയ്യുവാനാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നത്. അതിലൂടെ സമ്പന്നയാകുന്നത് എല്ലാം തെറ്റുകളാണെന്ന് തിരിച്ചറിയണേ ഏറെ കാത്തിരിക്കേണ്ടി വന്നു. ഇങ്ങനൊരു ഏറ്റുപറച്ചിട്ടുണ്ട് നനയുന്ന പുതിയ തന്ത്രം എന്താണ്? എന്നെ വിശ്വസിക്കണം. ചുങ്കക്കാരി സഖ്യൂസിന്റെ പുതിയൊരു ജീവിതത്തിനാണ് ഇവിടെ തുടക്കമാവുന്നത്. അതിന് കാരണമായതോ ആ നസ്രത്തുകാരൻ യേശു. പറയൂ, ആ നസ്രായൻ നിന്റെ ജീവിതത്തിൽ എഴുതി ചേർത്ത വിശുദ്ധിയെ പറ്റി പറയൂ. പറയാം. പറഞ്ഞു കേട്ട വിശുവിനെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാണാൻ മാത്രം ആഗ്രഹിച്ച് എന്റെ ഭവനത്തിൽ അവർ അതിഥിയായി. പിന്നീട് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു. കാരുണ്യത്തിന് നേരെ കൊത്തിയെടുക്കപ്പെട്ട ഇന്ത്യയുടെ വാതിലുകൾ വളരെ തുറക്കപ്പെട്ടു. ഇപ്പോഴിതാ പശ്ചാത്താപത്തിന്റെ പാഠവുമെന്ന് ഞാൻ നിന്റെ വാക്കുകളിൽ സ്നേഹത്തിന്റെ മലകൾ വീഴുന്നത് എനിക്ക് കാണാം. ഇതോ 500 തരാനും നിങ്ങളുടെ വീട്ടിൽ ഞാൻ മോഷ്ടിച്ച 100 തരാനും പോയവർ വേണ്ട, ഇത് ഞങ്ങൾക്ക് വേണ്ട. അടുത്തൊന്നും പറയുന്നത് ചെയ്തുകുട്ടിയ പാവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത് വെറും തുച്ഛമായ പ്രായശ്ചിത്തം മാത്രമാണ്. ഇത് ദയവായി സ്വീകരിച്ചാൽ മകളുടെ വിവാഹം ആഘോഷപൂർവ്വമായി നടത്തണം. എന്തിനെങ്കിൽ പണത്തികേത് വന്നാൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ രക്ഷകനെ കണ്ടു. ലോകത്തിനായി പിറന്ന വെളിച്ചത്തിന്റെ രശ്മികൾ ഇതാ എന്റെ മുൻപിൽ. രക്ഷകനെ കണ്ട കണ്ണുകൾ, അവനോട് സംസാരിച്ച ചുണ്ടുകൾ, അവന്റെ വാക്കുകൾ ശ്രവിച്ച കർണങ്ങൾ, ദിവ്യരക്ഷകനെ സ്പർശിച്ച ഈ വിശുദ്ധമായ കൈകളിൽ ഞാനൊന്ന് ചുംബിച്ചോട്ടെ. മകനെ, കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും ഉൾക്കണ്ണുകൾ കൊണ്ട് നിനക്കെന്നെ കാണാൻ കഴിഞ്ഞു. നീ അനുഗ്രഹീതനാണ്.